മേക്കോവർ ലൈഫ് സ്റ്റൈലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ വീഡിയോ ആണ്. ഈ വീഡിയോ കാണാതെ പോകുന്നത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണ് പ്രോട്ടീൻ, കാൽഷ്യം, അയൺ. ഇതൊക്കെ തന്നെ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻ ഇയെ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് പറയുന്നത്. വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റൊക്കെ നമ്മൾ ഫേസ് പാക്കിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബെറി ഫ്രൂട്ട്സുകളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുകളിൽ നിന്നൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ക്രഞ്ചിയാണ്. തലമുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ തന്നെ നഖമൊക്കെ വളർത്തി വരുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോകാറുണ്ട്. ഇതിനൊക്കെ എന്താണ് ചെയ്യാറുള്ളത്, എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ചുറ്റിലും പലതരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ചിലർക്കാണെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുള്ളവർ. അവർക്കാണെങ്കിൽ ഹെയർ പാക്ക് ഇടുന്നതിനും ഹെയർ മാസ്ക് ഇടുന്നതിനൊന്നും തന്നെ ഏതൊരു വിധത്തിലുള്ള മടിയുമില്ല. എത്ര സമയം വേണമെങ്കിലും അതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്യും. ഓരോരോ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ മടിയുള്ളവരുമുണ്ട്, എന്നാൽ സമയം കിട്ടിയാലും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ എല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ നമ്പർ 1 ആയിരിക്കും, ആഹാര കാര്യത്തിൽ. അതും പ്രത്യേകിച്ച് ടേസ്റ്റി ഫുഡാകുമ്പോൾ. അപ്പോൾ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ടേസ്റ്റി ഫുഡും ഹെൽത്തി ഫുഡും ഉപയോഗിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഹെയർ ഫോൾസ്, അതുപോലെ തന്നെ താരൻ, ഒരുപാട് പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ ഡ്രൈനെസ്, ഇതൊക്കെ എങ്ങനെ മാറ്റാം, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തലമുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഘടകങ്ങളാണ് കാൽഷ്യം, അയൺ, പ്രോട്ടീൻ. ഇത് ധാരാളമായി അടങ്ങിയ ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിയിലേക്ക് ആദ്യമായി വേണ്ടത് യോഗർട്ടാണ്. യോഗർട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. യോഗർട്ടും തൈരും പാലുൽപ്പന്നമാണെങ്കിലും രണ്ടും രണ്ട് രീതിയിലൂടെയാണ് തയ്യാറാക്കുന്നത്. യോഗർട്ട് നല്ല ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ വഴി തയ്യാറാക്കും. തൈരാണെങ്കിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീക്രിയേഷന് വേണ്ടി ഈ യോഗർട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ തന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും വളരെ ബെറ്റർ എന്ന് പറയുന്നത് യോഗർട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുടെ ഉൽപ്പാദനത്തിന് വളരെയധികം അത് സഹായിക്കും. അതുപോലെ തന്നെ യോഗർട്ടിൽ ധാരാളം കാൽഷ്യവും അയണും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെയും തലമുടിയുടെയൊക്കെ ടെക്സ്ചറിന് വളരെ നല്ലതാണ്. അടുത്തത് വേണ്ടത് തേനാണ്. ഷുഗർ ഞാൻ ഉപയോഗിക്കുന്നില്ല, പകരം തേനും ചെറിയും ഈന്തപ്പഴവും ഷുഗറിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സുകൾ: ഈന്തപ്പഴം, പിസ്ത, ഉണക്കമുന്തിരി, ബദാം, ബ്ലൂബെറി, ചെറി, ഡ്രൈ പ്ലം, ആപ്രിക്കോട്ട്, റാസ്ബെറി, പീനട്ട്, പീച്ച്, അത്തിപ്പഴം, കാഷ്യൂനട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഏതിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത് ആ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം. വാൾനട്ട് ഉണ്ട്, ഇനി കിവിയുടെ ഡ്രൈ ഉണ്ട്, സ്ട്രോബെറിയുടെ ഡ്രൈ ഉണ്ട്. ഇതിൽ വാൾനട്ട് പോയിട്ട് ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ കളർഫുള്ളായിട്ടില്ലേ? കളർഫുൾ മാത്രമല്ല, വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചി മാത്രം കഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ആഹാരം വേണ്ടെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചിക്ക്. ബെറി ഫ്രൂട്ട്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നത് ബെറി ഫ്രൂട്ട്സുകളിലാണ്. അതുകൊണ്ടാണ് ഈ ബെറി ഫ്രൂട്ട്സുകൾക്കെല്ലാം തന്നെ വളരെയധികം വില കൂടുതലും. സ്ട്രോബെറിയൊക്കെ ഭയങ്കര വിലയാണ്. നമുക്ക് സാധാ ഫ്രൂട്ട്സുകൾ വാങ്ങിക്കും പോലെ സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ബെറിയോ ബ്ലൂബെറിയോ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ബ്ലൂബെറി, അതുപോലെ ബ്ലാക്ക് ബെറി, മൽബെറി, സ്ട്രോബെറി ഇതെല്ലാം തന്നെ ബെറി കുടുംബത്തിലുള്ള ഫ്രൂട്ട്സുകളാണ്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ക്യാൻസർ, അതുപോലെ ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊക്കെ മാറുന്നതിലത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സുകളാണ് മൽബെറി ഇനത്തിൽപ്പെട്ട എല്ലാ ഫ്രൂട്ട്സുകളും.
ഗ്രേപ്സും മൽബറി ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സാണ്. ഇതിൻ്റെയൊക്കെ ഡ്രൈ ആണ്. എനിക്കിവിടെ ബ്ലാക്ക്ബെറി കിട്ടിയിട്ടില്ല, ബ്ലൂബെറി കിട്ടിയിട്ടുണ്ട്, അതുപോലെ റാസ്ബെറി കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയൊക്കെയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ വൈറ്റമിൻസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, നമ്മുടെ ബോണിൻ്റെയൊക്കെ ഹെൽത്തിന് വൈറ്റമിൻ ഡി വളരെ നല്ലതാണ്. നമ്മളെ ബ്യൂട്ടി വൈറ്റമിനായ വൈറ്റമിൻ ഇ ഒക്കെ ഇതിനകത്ത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല കൊളസ്ട്രോളാണ് പീനട്ടിലും കാഷ്യൂ നട്ടിലും ഒക്കെ ഉള്ളത്. ഇതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഇല്ലാതാക്കുന്നതിനും നിറം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും ബെനിഫിറ്റുള്ള സാധനങ്ങളാണ് ഈ കാഷ്യൂ നട്ടും പീനട്ടും ഒക്കെ. നമ്മുടെ ഡയറ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറി ആയാലും അതുപോലെ ഈന്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ധാരാളം ഹീമോഗ്ലോബിൻ, അതുപോലെ റിച്ച് അയൺ, അതുപോലെ കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട് ഈന്തപ്പഴത്തിലും. ഹീമോഗ്ലോബിനൊക്കെ കൂടുന്നതിലേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈന്തപ്പഴം. അതുപോലെ അത്തിപ്പഴത്തിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നു. അതുപോലെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം എല്ലാം അത്തിപ്പഴത്തിൽ ഉണ്ട്. ഇതിന് ഭയങ്കര വലിയൊരു ടേസ്റ്റ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. ഒരു ക്രഞ്ചി ഫീലിംഗ് ആണ് അത്തിപ്പഴം. അതുപോലെ നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ഉണക്കമുന്തിരി. ദഹന പ്രക്രിയ കറക്റ്റ് അല്ലാത്തവർക്കൊക്കെ ഉണക്കമുന്തിരി വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, അതുപോലെ ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരിയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് ലൈറ്റ് യെല്ലോ കളറും. എനിക്ക് ഒരു ടൈപ്പാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ ബദാമിൻ്റെ കാര്യം പറയണ്ടല്ലോ. ബദാം ഏറ്റവും കൂടുതൽ നല്ല കൊളസ്ട്രോൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ബദാം. അതുപോലെ തന്നെ പിസ്ത ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഫൈബർ നിറഞ്ഞതാണ് പിസ്തയും ബദാമും ഒക്കെ നമുക്ക് എന്നും ഡയറ്റിൽ വളരെ കുറഞ്ഞ അളവിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ഒരുപാട് കഴിക്കണമെന്നില്ല, വളരെ കുറഞ്ഞ അളവിൽ എന്നും ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും ബെനിഫിറ്റ് കൂടുതലാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ ബേക്കറിയിൽ പോകുന്ന സമയത്ത് ഐസ്ക്രീം, അതേപോലെ ചിപ്സ്, വേറെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സുകൾ വാങ്ങിക്കുക. ഞാൻ ബേക്കറിയിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കുട്ടികളെ പപ്സ്, പിസ്ത, ബർഗർ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു വിടുന്നത്. പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിക്കാറില്ല. ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ മാത്രമേ വാങ്ങിക്കുള്ളൂ. അതാകുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. അവർക്കറിയില്ലല്ലോ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റും, അവർ ഹെൽത്ത് നോക്കാറില്ലല്ലോ. അവർക്ക് വേണ്ടത് ടേസ്റ്റാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്, ഹെൽത്തിനല്ല അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളാണ് അവർക്ക് നല്ല ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സേ വാങ്ങിക്കാറുള്ളൂ. ഇപ്പം കഴിച്ച് അവർക്ക് ശീലമുണ്ട്, കുഴപ്പമില്ല, ഇതേ കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവരത് കഴിക്കും. പിന്നെ വല്ലപ്പോഴും കൂടെ ടേസ്റ്റിന് വേണ്ടി അതും വാങ്ങിച്ചൊക്കെ കൊടുക്കാറുണ്ട്, റെയറായിട്ട് അതും കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഡ്രൈഡ് പ്ലം ആണ്. വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഫ്രഷ് പ്ലം കഴിക്കാൻ കിട്ടും. ഇത് ഡ്രൈഡ് പ്ലം ആണിത്. ഇതും വളരെയധികം കാൽഷ്യം, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിനകത്ത് എന്തൊക്കെ വൈറ്റമിൻസും മിനറൽസൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. ഞാൻ നോക്കിയ സമയത്ത് എല്ലാത്തിനകത്തും ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും റിച്ച് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ഞാൻ ഏകദേശം എല്ലാ ഫ്രൂട്ട്സുകളും കഴിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം പ്രത്യേകിച്ച് സെർച്ച് ചെയ്ത് നോക്കി. ആ സമയത്ത് ഇതിനകത്ത് ഒരുപാട് കോപ്പർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, സോഡിയം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റിച്ച് കണ്ടൻറ്റാണ്, എല്ലാത്തിലും ഉണ്ട്. ഏതിലാണ് ഇല്ലാത്തതെന്ന് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഫൈബർ കണ്ടൻറ്റാണ്. അത്തിപ്പഴത്തിലൊക്കെ നല്ലപോലെ ഫൈബറുണ്ട്. ഇതെല്ലാം നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതിനാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ ഈന്തപ്പഴം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹീമോഗ്ലോബിനൊക്കെ ഉണ്ടാകുന്നതിനും വിളർച്ചയ്ക്കൊക്കെ വളരെ ബെറ്ററാണ് ഈന്തപ്പഴം. അതുപോലെ തന്നെയാണ് പിസ്തയിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നു. വളരെയധികം റിച്ച് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ആപ്രിക്കോട്ട്, ഇത് ഫ്രൂട്ട്സാണ്. ആപ്രിക്കോട്ട് വളരെ നല്ലതാണ്. ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റും വളരെ നല്ലതാണ്, കൊള്ളാം, എനിക്കിഷ്ടമാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് കാഷ്യൂ നട്ടാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാഷ്യൂ നട്ടും പിന്നെ ആപ്രിക്കോട്ട് ഇഷ്ടമാണ്, പിന്നെ പിസ്ത. ഇതിത്രയാണ് എനിക്ക്. ഈന്തപ്പഴവും
പിന്നെ ഉള്ളത് ചെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറി വെറുതെ കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഉള്ളത് വന്നിട്ട് ബ്ലൂബെറിയാണ്. ബ്ലൂബെറിയും റാസ്ബെറിയും ഭയങ്കര ടേസ്റ്റ് അല്ല, ബാക്കിയെല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാം തന്നെ ഞാൻ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്കും കൂടെ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ആപ്രിക്കോട്ട് ഞാൻ ഇപ്പോൾ 3 പീസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത്. നമുക്ക് ഇതേപോലെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇതുപോലെ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഇതുപോലെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ബ്ലൂബെറി, ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ഇതുപോലെ ഈ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാം. വേറെ തീയോ ഗ്യാസോ ഒന്നും തന്നെ ആവശ്യമില്ല. ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതത്രയും കട്ട് ചെയ്തെടുക്കുക. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കലാപരമായിട്ട് ബൗളിലൊക്കെ സെറ്റ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക, ഉടനെ ഇതങ്ങ് പ്രിപ്പയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് ജോലിയൊന്നുമില്ല. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. യോഗർട്ട് അമൂലിൻ്റെ യോഗർട്ടാണ്. ഇത് വൈൽഡ് ബെറി ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി അടങ്ങിയതാണ്. അതാണ് ഈ ലൈറ്റ് പിങ്ക് കളറ്. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ കിട്ടും. ഇത് ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇത് കുറച്ച് ലൂസായിപ്പോയി. ഞാനിവിടെ ആദ്യമേ എടുത്തുകൊണ്ടെന്ന് വെച്ചതിൽ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം യോഗർട്ട് ഒഴിക്കാം. ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിലാണ് യോഗർട്ട് ഇരിക്കുന്നത്. നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നാൽ ഇപ്പം ഐസ്ക്രീം 5 മിനിറ്റ് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറില്ലേ, അതുപോലെ. അപ്പം യോഗർട്ട് എടുത്തു. അതിനുശേഷം ഞാൻ ഓരോ ബൗൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇടാൻ പോവുകയാണ്. ആദ്യം ബ്ലൂബെറി ഇടയാണ്. നല്ല ഭംഗിയാണ് ഇത് കളർഫുള്ളായിട്ട് ഇതിൽ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് ആപ്രിക്കോട്ട് എടുത്തു. ആപ്രിക്കോട്ട് ഇടാണ്. ആപ്രിക്കോട്ട് ഇതാ ഈ രീതിയിലാണ് ആപ്രിക്കോട്ട് ഇരിക്കുന്നത്. പ്ലം നമുക്കിതിലോട്ട് ചേർക്കാം. അടുത്ത് പീച്ച്. വളരെ കളർഫുള്ളാണല്ലേ ഇതിലോട്ട് ഇതെല്ലാം വീഴുമ്പോഴത്തേക്കും. കുട്ടികൾക്കെല്ലാം തന്നെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് നട്ട്സ്, കാഷ്യൂ നട്ടും പീനട്ടും ഇടാം. അത് കഴിഞ്ഞ് ഞാൻ ചെറി, എല്ലാം കൂടെ എനിക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷനാണ്, കുറേ ഐറ്റംസ് ഇരിക്കുകയല്ലേ. അത് കഴിഞ്ഞ് ഈന്തപ്പഴം ഇടാം. ഇത് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ സ്വന്തമായിട്ടിത് ചെയ്തോളും. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അവർക്ക് കഴിക്കാനും പറ്റും. നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയിട്ട് അതൊന്നും ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ ബദാമും പിസ്തയും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് യോഗർട്ട് ചേർക്കാം. ഇപ്പം നമുക്ക് യോഗർട്ടിൻ്റെ മീതെയാണ് ഇതെല്ലാം വെച്ചിട്ട് നമുക്കിങ്ങനെ കഴിക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. യോഗർട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം തേന്. ഇല്ലെങ്കിൽ തന്നെ നല്ല മധുരം കാണും. എന്നാലും വളരെ കുറഞ്ഞ അളവിൽ തേനും കൂടെ ഞാൻ ചേർക്കുകയാണ്. നമുക്ക് കുറച്ച് യോഗർട്ടും കൂടെ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കണ്ണൻ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അമ്മ എനിക്ക് എന്നെ ആദ്യം തരണം, രണ്ടാമത് അമ്മ ചേച്ചിക്ക് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ കണ്ണനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ കണ്ണ ഇതിൻ്റെ റിസൾട്ട് പറയും. കണ്ണ കുറച്ചുകൂടെ കഴിച്ചോ? ഇത് അമ്മ പറയിച്ച പോലെ ഉണ്ടല്ലോ. നീ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അമ്മ എടുത്തു തരാം. പതുക്കെ കഴിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അമ്മയ്ക്ക് വേണ്ടി പറയണ്ട. എങ്ങനെയുണ്ട്?
ഇതെല്ലാം ആര് കഴിക്കാൻ പോണ? കണ്ണ ഒറ്റയ്ക്ക് കഴിക്കണോ അത് അമ്മ ചേച്ചിക്കും കൂടെ കൊടുക്കണുണ്ടോ? എങ്ങനെയുണ്ട്? ആഹാ. പല കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് പലതരത്തിലുള്ള പരാതികളാണ് പറയാറുള്ളത്. തലമുടി നന്നായിട്ട് കൊഴിയണുണ്ട്, അതുപോലെ താരനുണ്ട്, നഖം എത്ര വളർത്തിയാലും അത് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാൽഷ്യത്തിൻ്റെയും അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് പാല് കഴിക്കണം, ഈന്തപ്പഴം കഴിക്കണം, അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, എന്നാലേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ എന്ന്. എന്നാൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു റെസിപ്പിയിലൂടെ ആ പ്രശ്നങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ റെസിപ്പി. കാരണം ഇതിനകത്ത് റിച്ച് കാൽഷ്യം, റിച്ച് പ്രോട്ടീൻ, റിച്ച് വൈറ്റമിൻസ്, അതുപോലെ തന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റ്, ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ വൈറ്റമിൻസും ഒരുപാട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് ക്രഞ്ചി മാത്രം മതിയായിരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആൻറ്റി ഓക്സിഡൻറ്റിനും വൈറ്റമിൻസിനും മിനറൽസിനും എല്ലാത്തിനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ണൻ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ഇത് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം ഡൗട്ടാണ്. അമ്മൂന് കൊടുക്കുമോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.